അനുരാഗാനം പോലെ. ഇവൾക്കിതൊന്നും പരിചയമുള്ള കാര്യങ്ങളല്ലല്ലോ അമ്മമ്മേ. പരിചയമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അല്ലാതെ ഇതുപോലൊരു മംഗളകർമ്മത്തിനിടയിൽ ഫോണാണോ വലുത്? വളരെ അത്യാവശ്യമുള്ള ഒരു കോളായിരുന്നു, അതുകൊണ്ട് ചടങ്ങിനിടയിൽ ഞാൻ എടുത്തത്. ഐ എം സോറി, ഐ എം വെരി സോറി. ഐശ്വര്യം കൊണ്ടുവരുന്ന നിലവിളക്ക് താഴെ വീണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഐശ്വര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ശ്രീയുടെ കയ്യിൽ കാണുന്ന ഈ ബാഗ് നിറയെ അമ്മയ്ക്ക് വേണ്ടി എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാ. നന്ദുവിന് വേണ്ടി വാങ്ങിയ ബ്രാൻഡഡ് പെർഫ്യൂംസും കോസ്മെറ്റിക്സും ഒക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. പിന്നെ എല്ലാവർക്കും ഡ്രസ്സസും ഉണ്ട്. ഇങ്ങനെ വന്ന കല്ല് നിൽക്കാതെ കേറി വാ മോളെ. ഭായേട്ടാ, അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? നന്നായിരുന്നു അച്ഛാ. ശരി, ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അമ്മമ്മേ, ചന്ദ്ര, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മരുമോളുണ്ടല്ലോ, അവൾ ആള് ചില്ലറക്കാരിയല്ല, കള്ളിയും കൗശലക്കാരിയായ പെണ്ണാ. അമ്മായിയമ്മയുടെ ദൗർബല്യങ്ങൾ എന്താണെന്ന് അവള് ശരിക്കും അറിഞ്ഞു വെച്ചിട്ടുണ്ട്. 10 തെറ്റ് ചെയ്തിട്ട് 4 സമ്മാനങ്ങൾ കൊടുത്ത് അതിന്റെ എല്ലാം പരിഹാരങ്ങൾ അവള് നേടിയെടുത്തോളും. എന്റെ അമ്മ അങ്ങനെ ഒന്നും കരുതണ്ട. മറ്റൊരു കൾച്ചറിൽ വളർന്ന പെൺകുട്ടിയല്ലേ അവൾ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശീലമാവുമ്പോ എല്ലാം ശരിയാവും. കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. മോളെ, മോളവിടെ ഇരിക്കെ. കല്യാണത്തിന്റെ തിരക്കുകൾക്കിടയിലേ മോളോട് സമാധാനായിട്ടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. നിന്നെ പോലൊരു പെണ്ണിനെ തക്കുടൂന് ഭാര്യയായി കിട്ടിയത് അവന്റെ ഭാഗ്യം തന്നെയാ. സത്യത്തിൽ അവന്റെ കാര്യത്തിലും എനിക്കിപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. നിനക്കറിയോ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തവനെ പോലെ ജീവിക്കുക എന്റെ തക്കുടു. അവന് പോലും അതറിയില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനെ പോലെ അവനിവിടെ ജീവിക്കുന്നത്. ഉള്ളതാണെങ്കിലോ ഒരു രണ്ടാനമ്മയും. പക്ഷേ അച്ഛമ്മ എല്ലാവരെയും ഗിരിധർ വളരെ സ്വന്തമായിട്ടല്ലേ കണക്കാക്കുന്നേ? അല്ല, അവര് പക്ഷെ അവനോട് അങ്ങനെയല്ല പെരുമാറുന്നത്. ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ അച്ഛമ്മേ. അതെ, ഇതൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാ ഈ കല്യാണത്തിന് കുറ്റിയും പറിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നത്. അവന് വേണ്ടി എല്ലാരും കൂടി കണ്ടെത്തിയ പെണ്ണിനെ കുറിച്ച് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ മാറി മോളെ. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മാത്രം സ്വയം പ്രതിഷ്ഠിച്ചാ പോരാ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൂടി വേണം അതൊക്കെ നോക്കാൻ. അവന് എല്ലാം എല്ലാം നീ ആയിരിക്കണം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തോളാം അച്ഛമ്മേ. അല്ല, ഗിരി എവിടെ? അവനെ കണ്ടില്ലല്ലോ. ഗിരിധരൻ ഇന്ന് വൈകിട്ടൊരു യാത്രയുണ്ട് US-ലേക്ക്. അതിന് തയ്യാറാകുക. ആ യാത്രയോ? ഇന്നത്തെ ദിവസോ? എന്തോ അത്യാവശ്യ കാര്യത്തിനേട്ടാ. അതെങ്ങനെ ശരിയാവും? ഇന്നത്തെ ദിവസം അവൻ എവിടെയും പോകാൻ പറ്റില്ല. അഥവാ അത്യാവശ്യമാണെങ്കിൽ നിന്നെയും കൂടി കൊണ്ടുപോകണം. അത് പിന്നെ ബിസിനസ് ട്രിപ്പ് അല്ലേ അച്ഛമ്മേ, അപ്പൊ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതൊന്നും ശരിയാവത്തില്ല. നിന്നെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ പറയാം അവനോട്. അയ്യോ, അതൊന്നും വേണ്ട. ഗിരിധർ പോകുന്നതിൽ എനിക്കൊരു വിഷമമില്ല അച്ഛമ്മേ. ഗിരിധരനെ കുറിച്ച് എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാലോ അച്ഛമ്മേ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ 1ാം ഭാര്യ എന്ന് പറയുന്ന ബിസിനസ് ആവും. അത് കഴിഞ്ഞിട്ടേ എനിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അച്ഛമ്മ വഴക്ക് പറയാനും തടയാനും ഒന്നും പോണ്ട. എന്നിട്ട് അവൻ എവിടെ? പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ആ ദാമോദരേട്ടൻ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ഗിരിയുടെ ബാഗ് പാക്ക് ചെയ്യേണ്ടതേ ദാമോദരനൊന്നും അല്ല, നീയാ. അത് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ സമ്മതിച്ചു തരണ്ടേ? അതവനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നീ പാക്ക് ചെയ്താ മതി. അല്ല അച്ഛമ്മേ, അത് നീ ഒന്നും പറയണ്ട.
അല്പം മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ. ഗിരിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ സ്വയം ഏറ്റെടുത്തേ പറ്റൂ. അതിനുള്ള സാമർത്ഥ്യം നിനക്കുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ എനിക്ക് നടക്ക്. നടക്ക്. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നു കുഞ്ഞേ. ഇതും കൂടെ വെച്ച എല്ലായി. എന്റെ സൺഗ്ലാസ് വെച്ചോ? അയ്യോ, അത് മറന്നു. എന്താ ദാമോദരേട്ടാ, ഇത്രയും കാലം ഇതൊക്കെ ചെയ്തിട്ടും ഒരു യാത്രയ്ക്ക് പോകുമ്പോ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എങ്ങനെയാ മറക്കുന്നത്? ക്ഷമിക്കണം കുഞ്ഞെ, പ്രായം കുറച്ചായില്ലേ, ചെറിയൊരു ഓർമ്മ പിശക്. എന്റെ മരുന്നുകളുടെ ബാഗോ? ഈശ്വര, എന്തൊരു മറവിയത്. ഇത് ഇപ്പൊ കൊണ്ടുവരാം. അതെ, എന്തെങ്കിലും സഹായം വേണോ എന്റെ? ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സുമിത. പാക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇവിടെ ആളുണ്ട്. അച്ചമ്മ, ബാക്കിൽ അച്ചമ്മ. എന്തായാലും സുമി വന്നത് നന്നായി. ഈ ദാമോദരേട്ടന്റെ മറവി കാരണമേ ഞാനാകെ പെട്ടിരിക്കുക. അലമാരയില് എന്റെ ഒരു സൂട്ടുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് പോവാ. ഇപ്പൊ കൊണ്ടുവരാവേ. ഇതിൽ ഏതാ എടുക്കണ്ടേ? ബ്ലൂ സ്ട്രെപ്പ് സൂട്ട് എടുത്തോളൂ, അത് മതി. കൊണ്ടോ. ദാമോദരാ, എന്തോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും. നീ എന്റെ കൂടെ അടുക്കളയിലോട്ട് വാ. ഇതാട്ടോ. സോറി കേട്ടോ, അച്ചമ്മ നിർബന്ധിച്ചോണ്ടാ. എനിക്ക് മനസ്സിലായി, അതൊന്നും സാരമില്ല. പിന്നെ ഞാൻ US പോകുന്നത് എന്തിനാണെന്ന് സുമിത ചോദിച്ചില്ലല്ലോ. സാനിയയ്ക്ക് ശ്രീനീഷിനും വേണ്ടി ഞാനൊരു കമ്പനി വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഓ, നല്ല കാര്യമാണല്ലോ. പക്ഷെ ആ ഡീലിലെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് തീർക്കണമെങ്കിൽ ഞാൻ പോയേ മതിയാവൂ. അതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്ര വന്നത്. എന്തായാലും ഗിരിധര പോയിട്ട് വാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ശരി, പോട്ടെ. പോയിട്ട് വരാന്നാ പറയണ്ടേ. അങ്ങനെയെങ്കിൽ അങ്ങനെ പോയിട്ട് വരാം. സുമിത, ഞാനില്ലാന്ന് വെച്ച് സുമിതയ്ക്ക് ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഹലോ ആകാശേ, ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നീ സുമിതിയോട് നന്നായി യാത്ര പറഞ്ഞിരുന്നു. അങ്ങനെ ചോദിച്ചാ ഒരു യാത്ര പോവാന്ന് പറഞ്ഞു. അത്രയും പോരാ, കാര്യമായിട്ട് തന്നെ പറയണം. ഒരു കാര്യം ചെയ്യും, അവളെ ഫോണിലൊന്ന് വിളിച്ചിട്ട് വിശദമായിട്ടൊന്ന് യാത്ര പറയും. ഇട ഞാനിനി അവളെ വിളിച്ചിട്ട് എന്ത് പറയാനാ? ഓ, അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? ആകാശേ, അവളെ വിളിക്കാൻ പറഞ്ഞത് നീയാണ്. അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയണമെന്നും കൂടെ നീയല്ലേ പറയേണ്ടത്. എടാ, കല്യാണം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം ഭർത്താവ് ഒരു ദീർഘദൂര യാത്ര പോകുമ്പോ ഭാര്യയോട് എന്തൊക്കെയാ പറയാ? എനിക്ക് ഈ വക പരിപാടികളൊന്നും അറിയില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? കഷ്ടം. അതെ, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് പറയോ സാറ്? സത്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ നിന്നോട് നല്ലൊരു യാത്ര പറയാൻ പോലും പറ്റിയില്ല മോളെ. നീയേ അവിടെ എന്തെടുക്കുക? ഞാനേ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എടാ മണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഞാൻ എങ്ങനെയാണ് അവളെ മിസ് ചെയ്യുന്നത്? അത് വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് വേറൊരു കാര്യം പറയാം. ഷോപ്പിങ്ങിന്റെ ആയാലോ? ഷോപ്പിങ്ങിന്റെ കാര്യമോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പറയുന്നത് കേൾക്ക്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ മുത്തേ? ആഭരണങ്ങൾ വേണോ അതോ ഇലക്ട്രോണിക് സാധനങ്ങൾ വേണോ? എന്താ വേണ്ടച്ചാ നീ എന്റെ ഫോണിലേക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാ മതി. ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടുവരില്ലേ? എടാ പൂവാല, ഗിരിരാജൻ കോഴി. ഇതുപോലെയൊക്കെ അവളോട് സംസാരിക്കാനേ എന്നെ കിട്ടില്ല. നീ വെച്ചിട്ട് നിന്റെ പണി നോക്കി പോകുന്നുണ്ടോ?
അയ്യേ കട്ട് ചെയ്യല്ലേ? അയ്യോ കട്ട് ചെയ്തു. എന്തുവാ? ആരായിരുന്നു ഫോണില്? ഗിരി. ഗിരിയോ? ആ, ഗിരിയോ അതോ ഗിരിജയോ? നീ എന്തൊക്കെ പറയുന്ന സ്നേഹ? ഞാൻ ഗിരിയോട് സംസാരിക്കായിരുന്നു. സുമിതയെ വിളിച്ച് എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ അവനെ പഠിപ്പിക്കായിരുന്നു. ഞാൻ വിശ്വസിച്ചു, കണ്ണും പൂട്ടി വിശ്വസിച്ചു. ഇതൊക്കെ നീ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാ മതി. അയ്യോ സ്നേഹ, സത്യമാണ്. മിണ്ടി പോരുത്. ഒരു സത്യസന്ധം വന്നിരിക്കുന്നു. വല്ല പെമ്പിള്ളേനും പുറകെ പോകുന്ന ഒരു സത്യസന്ധൻ. എന്തൊരു വിദ്യയാണ് ടീച്ചറാ. അവളെന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടും. തെളിവ് സഹിതം ഞാൻ 2 എണ്ണത്തിനെ പോക്കൂ. അന്നുണ്ട്, നോക്കിക്കോ. സ്നേഹ ഇതൊന്ന് കേക്ക് സ്നേഹ. ഓ ഒരാവശ്യമില്ലായിരുന്നു. AC ഇല്ലാത്ത കാരണം ചേച്ചി നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഇറ്റ്സ് ഓക്കെ. ഫാൻ എന്താ ഇടാത്തെ? എന്നാ ഇത്രയും ചൂടെടുക്കില്ലല്ലോ. ഞാൻ പോയിട്ടെ ചേച്ചിക്ക് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഒന്ന് നിന്നേ. ഒരു കാര്യം തരാനുണ്ട്. എന്താ ഏട്ടാ? എന്താ ഏട്ടാ ഇത്? കുറച്ച് ക്യാഷാ, നിനക്കുള്ള സാനിയുടെ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. നിനക്ക് ആവശ്യമുള്ള ഷോപ്പിംഗ് നടത്തിക്കോ. അത് കഴിഞ്ഞ് കൂട്ടുകാർക്ക് പാർട്ടി നടത്താനുള്ളതും ഉണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ ചെന്നേ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയാം. ആ നിലവിളക്ക് കയ്യിന്ന് പോയത് കാരണം ഗൃഹപ്രവേശന ചടങ്ങൊന്ന് പാളി എന്നുള്ളത് നേരാ. പക്ഷെ അതിന്റെ കേട് ഞാൻ മാറ്റിക്കോളാന്ന് ശ്രീയോട് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? സമ്മതിച്ചു. പക്ഷേ ഇനി അങ്ങോട്ടും 1-2 ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതെങ്കിലും സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യണം. ഇതല്ലാതെ മറ്റൊരു കാര്യത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഐ പ്രോമിസ്. അയ്യോ, അമ്മ എന്തിനാ ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്നേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് വരുമായിരുന്നല്ലോ. സോറി അമ്മ, നേരത്തെ നിലവിളക്കിന്റെ കാര്യത്തില് എനിക്കൊരു അബദ്ധം പറ്റിയതാ. എല്ലാവർക്കും വിഷമായെന്ന് എനിക്കറിയാം. ആരും ഒന്നും മനസ്സിൽ വെക്കരുത്. അതൊക്കെ പോട്ടെ മോളെ, അതൊക്കെ ഞങ്ങൾ എപ്പോഴേ മറന്നു. ഇനി എന്തൊക്കെ ചടങ്ങുണ്ടെങ്കിലും അമ്മ പറഞ്ഞാ മതി, ഞാൻ അതൊക്കെ ഭംഗിയായി ചെയ്തോളാം. നോക്കിന്നിരേ, വലിയ വീട്ടിലെ കുട്ടിയും അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഡിസൈനറും ഒക്കെയാ നമ്മുടെ മരുമോള്. അതിന്റെ എന്തെങ്കിലും അഹങ്കാരം അവൾക്കുണ്ടോ? നിറകുടം തുളുമ്പില്ല എന്ന് പഴമക്കാര് പറയുന്നത് എത്ര ശരിയാ. അത് പിന്നെ ശരിയാവാതിരിക്കോ? ഒന്നില്ലെങ്കിലും നമ്മുടെ ശ്രീകുട്ടന്റെ സെലക്ഷൻ അല്ലേ. അമ്മയുടെ തങ്ക കുട്ടിയാണ്. അമ്മ അപ്പുറത്തുണ്ട് കേട്ടോ. ശരി. സുമി, എങ്ങോട്ടാ സുമി? അടുക്കളയിലേക്ക്. അടുക്കളയിലേക്കോ? ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? ഒരു ചായ കുടിക്കണം തോന്നി. ചായ കുടിക്കണമെന്ന് തോന്നിയാ അതിന് അടുക്കളയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ആരും അടുക്കളയിൽ കയറാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുറിയിലെ ഫോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞാ മതി. വേണ്ടതെല്ലാം സെർവൻസ് മുറിയിലെത്തിച്ചോളും. എനിക്ക് സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിച്ച ശീലം. എന്നാ ഇനി മുതൽ ആ ശീലം മറന്നേക്കൂ. ജോസ്. എന്താ മാം? സുമിതയ്ക്ക് ചായ വേണോന്ന്. അതിനെന്താ മാം, ഉണ്ടാക്കി കൊടുക്കാലോ.
സാദാ ചായ വേണോ അല്ലെ മസാല ചായ വേണോ അതോ ഗ്രീൻ ടീ വേണോ? സാധാരണ ചായ. പാൽ ചായ വേണോ കട്ടൻ ചായ വേണോ? പാൽ ചായ. ശരി. പാൽപ്പൊടി ചേർക്കണോ അല്ലെ പാൽ തന്നെ ചേർക്കണോ അതോ ഫ്രഷ് ക്രീം ചേർക്കണോ? പാല് ചേർത്താ മതി. പശുവും പാല് ചേർക്കണോ അതോ ആട്ടുംപാല് ചേർക്കണോ? എനിക്ക് പാൽ ചായ വേണ്ട, ഒരു കട്ടൻ ചായ കിട്ടിയാ മതി. ഷുഗർ ഓർ വിത്തൗട്ട് ഷുഗർ മാഡം? വിത്ത് ഷുഗർ. വൈറ്റ് ഷുഗർ ഓർ യെല്ലോ ഷുഗർ മാഡം? എനിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം തന്നാ മതി കുടിക്കാൻ. എന്ത് വെള്ളമാണ് വേണ്ടത്? സ്റ്റിൽ ഓ സ്പാർക്ലിംഗ്? സാധാരണ കുടിക്കുന്ന വെള്ളം മതി. ഫ്ലേവേർഡ് വേണോ പ്ലെയിൻ വേണോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചവളെ കുഴക്കല്ലേ ജോസേ. പുള്ളിക്കാരിക്ക് ഇവിടുത്തെ പതിവൊന്നും ശീലമില്ല. ഒരു കാര്യം ചെയ്, സുമിതയ്ക്ക് ഒരു ബ്ലാക്ക് ടീ എടുക്ക്. അതില് കുറച്ച് നാരങ്ങ നീരും തേനും ചേർത്തോ. ശരി മാം. ആ ആളുടെ ഓർമ്മശക്തി അപാരം തന്നെ കേട്ടോ. ഇത്രയൊക്കെ അല്ലേ, ആരാ ഇത്രയൊക്കെ ഓർത്തു വയ്ക്കുന്നേ? സുമിത കണ്ടറിഞ്ഞ ലോകമല്ലിത്. പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. സാരമില്ല. ഉറപ്പായും ആ പാർട്ടിയിൽ ഞാനും ശ്രീനിഷും വന്നിരിക്കും. ഡു ടെൽ ഹിം വിൽ ബി ദേർ. അപ്പൊ ശരി റോഷൻ, എല്ലാം പറഞ്ഞ പോലെ രാത്രി കാണാം. എന്റെ ക്ലോസ് ഫ്രണ്ട് റോഷനെ വിളിച്ചേ. അവനും ദീപൻ വർമ്മയും ചേർന്ന് എനിക്കും ശ്രീനിക്കും വേണ്ടി ഒരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി. അതിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. അമ്മയ്ക്ക് അറിയില്ലേ ദീപൻ വർമ്മ? കേട്ടിട്ടുണ്ട്. പക്ഷേ സനു, ഇന്ന് ഗൃഹപ്രവേശനം കഴിഞ്ഞ ദിവസമല്ലേ? ഇന്ന് പുറത്തേക്ക് എങ്ങോട്ടും ഇറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയണമെന്നാ പിങ്കിയമ്മ പറഞ്ഞത്. ഗൃഹപ്രവേശത്തിന്റെ അന്ന് വധു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അശുഭമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പക്ഷേ അച്ഛാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെല്ലാന്ന് അവർക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. ഇനി പറ്റില്ല എന്ന് എങ്ങനെയാ ഞാൻ അവരോട് പറയാ? നീ കാര്യം അവരോടൊന്ന് പറ. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഏറ്റവും ഇളയതായതിന്റെ പേരിൽ സാനിയെ ഞങ്ങള് ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ചു വളർത്തിയത്. അതിന്റെ ചില പ്രശ്നങ്ങള് അവളുടെ സ്വഭാവത്തിൽ വന്നുപോയിട്ടുണ്ട്. അല്ല ചന്ദ്രേട്ടാ, അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോവരുതെന്നല്ലേ ഉള്ളൂ? അതെ. സാനിയുടെ കൂട്ടുകാരെല്ലാവരും ഇങ്ങോട്ട് വരുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അതില്ല. എന്നാ ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയാം. ആ പാർട്ടി എന്തുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിക്കൂടാ? നിന്റെ ഫ്രണ്ട്സിനെ നമുക്ക് ഇവിടേക്ക് ക്ഷണിക്കാൻ സനുമോളെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പിന്നെ ഈ കോഴിക്കുട്ടി വെച്ചല്ലേ എന്റെ വെഡിങ് പാർട്ടി നടത്തുന്നേ.